എല്ലാ കൂട്ടുകാർക്കും MP ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സാംസങ് ഈ അടുത്ത കാലത്തായിട്ടൊക്കെ പുറത്തിറക്കിയ സാംസങ് M21 എന്നൊരു ഫോൺ, അതിൻ്റെ ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ഒരു ചെറിയ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഈ ഫോണെന്ന് പറയുന്നത് 4GB റാമും 64GB ഇൻറ്റേർണൽ വരുന്ന ഒരു വേരിയൻറ്റും, അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണൽ വരുന്ന മറ്റൊരു വേരിയൻറ്റും, ഇങ്ങനെ 2 വേരിയൻറ്റുകളായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 6000 mAh ഇതിന് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നത് ഉണ്ട്. അതായത് വളരെ അധികം ഇതിൽ ചാർജ് നമുക്ക് ഒരു ദിവസം 1.5 ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത്, ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ചാർജർ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ വളരെയധികം അടിപൊളിയായ ഒരു ഡിസ്പ്ലേ ആണ്. അതായത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും വളരെയധികം മികച്ചു നിൽക്കുന്ന ഒന്നാണ്. അതായത് സാംസങ്ങിൻ്റെ നമുക്ക് ഒരു മീഡിയം വിലയിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അടിപൊളി ഫോണാണ് സാംസങ് M21 എന്ന ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ എല്ലാം കൂടി ഉള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അത് ഞാൻ ഈ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളും അതുപോലെ തന്നെ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ഹിഡൻ ഫ്യൂച്ചറുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി ഉള്ള ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്ലൈഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലെ ആപ്പുകളും ക്യാമറയും ഒക്കെ ഓപ്പൺ ആക്കാം. അപ്പോൾ അതിനുവേണ്ടി നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആക്കിയിട്ട് പവർ ബട്ടൺ, അവിടെ ഒരു പവർ ബട്ടൺ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഭാഗത്തുള്ള സ്ലൈഡ് കീ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഭാഗം വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം, അങ്ങനെ ആ മോഡലിൽ. അപ്പോൾ കണ്ടോ, ഞാൻ ഇനി ഓപ്പൺ ലാഞ്ച് ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ബട്ടൺ, നമ്മൾ ലോഗോ ആക്കുന്ന ബട്ടൺ നമ്മൾ 2 വട്ടം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാമറ ഓപ്പണായി. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകളും ഇതിൽ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടി അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്തിട്ട് ആ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് കീ സെറ്റിങ്സ് എന്നുള്ളതിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ സൈഡിലൊരു സെറ്റിങ്സിൻ്റെ ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഫ്ലിപ്കാർട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി സ്ലൈഡ് ബട്ടൺ അതുപോലെ തന്നെ 2 പ്രസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഫ്ലിപ്കാർട്ട് മോണേ. അപ്പോൾ രണ്ടാമത്തെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ ഡോൾബി ആറ്റംസ് സൗണ്ട് എഫക്റ്റ് ഉപയോഗിച്ചിട്ട് മ്യൂസിക്കും മറ്റു വീഡിയോകളും ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാം, സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ അവിടെ ഡോൾബി ആറ്റംസ് എന്ന ഓപ്ഷൻ കാണും. പക്ഷേ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കണം, എങ്കിലേ നമുക്ക് അത് ഓണാക്കാൻ കഴിയൂ. അപ്പോൾ നമുക്കതിൻ്റെ സെറ്റിങ്സും നോക്കാം. അതിൻ്റെ സെറ്റിങ്സൊക്കെ ലഭിക്കുന്നതിന് നമുക്കത് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ ആ സെറ്റിങ്സിൽ ഈക്വലൈസറും മറ്റു അതിൻ്റെ ഓപ്ഷനുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ ഡിഫോൾട്ടായിട്ട് QR കോഡ് സ്കാനർ സാംസങ് നൽകുന്നുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ QR കോഡ് സ്കാനർ എന്നുള്ള ഭാഗം കാണാം. അതിൽ തൊട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നു. അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ആപ്പുകളുടെ സഹായമൊന്നുമില്ലാതെ തന്നെ ഇതിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനുവേണ്ടി കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ചെല്ലുക. അപ്പോൾ നമുക്ക് റെക്കോർഡിങ് കോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഓട്ടോ റെക്കോർഡിങ് ഓൺ ചെയ്താൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ നമ്പർ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ സേവ് ചെയ്ത നമ്പറാണോ അതോ അൺസേവ്ഡ് നമ്പറാണോ, അങ്ങനെ ഉള്ള ഓപ്ഷനുകളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ സെലക്റ്റഡ് നമ്പർ, നമുക്ക് നമ്പർ സെലക്ട് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. അതിൽ നിന്നുള്ള കോളുകൾ മാത്രം അപ്പോൾ റെക്കോർഡ് ചെയ്യും. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റോറേജ് ലൊക്കേഷൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കോൾ റെക്കോർഡിങ് ഏത് ലൊക്കേഷനിലേക്കാണോ കയറേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ നമുക്ക് മേലെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് വൺ ഹാൻഡഡ് മോഡിൽ ഫോൺ യൂസ് ചെയ്യാമെന്നുള്ളതാണ്.
അതായത് ഒറ്റ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. അതായത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ് ഫ്യൂച്ചർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വൺ ഹാൻഡഡ് മോഡ് എന്നുള്ളൊരു മോഡ് ഉണ്ടാവും. അവിടെ പോവാം. അപ്പോൾ നമുക്ക് യൂസ് വൺ ഹാൻഡഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ ചെയ്യുക, അത് എനേബിൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 മോഡലുണ്ട്, ബട്ടൺ എന്നുള്ളതും ജസ്റ്റർ എന്നുള്ള 2 മോഡലുണ്ട്. അതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഹോം ബട്ടൺമേ 2 ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് വൺ ഹാൻഡഡ് മോഡിലേക്ക് മാറും. ജസ്റ്റർ ക്ലിക്ക് ചെയ്താൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊന്ന് സ്വൈപ്പ് ചെയ്തു, അപ്പോൾ വൺ ഹാൻഡ് മോഡിലേക്ക് മാറി. ഇനി നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ആ ബ്ലാക്ക് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ബട്ടൺ മോഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹോം ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുക, അപ്പോൾ നമുക്ക് വൺ ഹാൻഡ് മോഡിലേക്ക് പോകും. എന്നിട്ട് ബ്ലാക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് ഫില്ലറാണ്. അതായത് നമുക്ക് ബ്ലൂ ലൈറ്റ് മാറ്റിയിട്ട് യെല്ലോ ലൈറ്റിൽ സെറ്റ് ചെയ്യാം. അത് എല്ലാ ഫോണിലും നോർമലായി വരുന്നതാണ്, ഇതിലുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ പാനൽ ഓൺ ചെയ്തിട്ട് ബ്ലൂ ലൈറ്റ് ഫില്ലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ സെറ്റിങ്സൊക്കെ ജസ്റ്റ് പരിചയപ്പെടാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തു, നല്ല ബ്ലൂ ലൈറ്റാണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സെറ്റിങ്സ് ഭാഗം ഒന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടി ലോങ് പ്രസ് ചെയ്യുക, ബ്ലൂ ലൈറ്റ് മോഡ് എന്നുള്ളത് ലോങ് പ്രസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊക്കെ അതിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ കുറച്ചും കൂട്ടി വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡാർക്ക് മോഡാണ്. ഡാർക്ക് മോഡ് നമുക്ക് ഈ ഫോണിൽ എനേബിൾ ചെയ്യാം. അതിന് ആപ്ലിക്കേഷൻ്റെ ഓപ്ഷനൊന്നുമില്ല. അതിന് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഓൺ ചെയ്യുക. അതിന് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഡാർക്ക് മോഡ് നമുക്ക് അവിടെ കാണാം, അത് എനേബിൾ ചെയ്യാം. അപ്പോൾ ഡാർക്ക് മോഡായി നമ്മുടെ തീമൊക്കെ മാറി ഒന്ന്. ഇനി നമുക്ക് പ്ലേ സ്റ്റോറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. പ്ലേ സ്റ്റോർ എടുത്തു, കാരണം ഫുൾ ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബ് ഒന്ന് നോക്കാം. യൂട്യൂബൊക്കെ ഫുള്ള് ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂട്യൂബിൻ്റെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഷെഡ്യൂൾ ചെയ്യുന്ന മോഡലൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡാർക്ക് മോഡ് എന്നുള്ളത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇൻ്റർഫേസിൽ വരും. അവിടെ നമുക്ക് സൺസെറ്റ് ടു സൺറൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ കസ്റ്റം ചെയ്യണ ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ നമുക്ക് സൺസെറ്റ് എന്നുള്ളത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്താൽ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ടൈമാക്കി സെലക്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടെ മറ്റു ചില ഓപ്ഷനുകളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കസ്റ്റം ചെയ്യാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെങ്ങനെ ബാറ്ററി പേഴ്സൻറ്റേജ് ഓണാക്കാം എന്നുള്ളതാണ്. നമുക്ക് ഈ ഫോൺ കിട്ടുമ്പോൾ ഇതിൽ ബാറ്ററി പേഴ്സൻറ്റേജ് ഓൺ ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ പാനൽ ഓണാക്കുക. അപ്പോൾ നമുക്ക് സൈഡിലായിട്ടൊരു 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്നുള്ളൊരു ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലായിട്ട് നമുക്ക് ഷോ ബാറ്ററി പേഴ്സൻറ്റേജ് എന്ന് കാണാം, അത് ഓണാക്കി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ബാറ്ററി പേഴ്സൻറ്റേജ് മുകളിലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ബ്രൈറ്റ്നെസ്സിൻ്റെ സിസ്റ്റമൊക്കെ എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് സാധാരണ രീതിയിൽ നോട്ടിഫിക്കേഷൻ പാനൽ ഓണാക്കുമ്പോൾ ലഭിക്കുന്നില്ല, കണ്ടോ. അപ്പോൾ ബ്രൈറ്റ്നെസ്സിൻ്റെ സിസ്റ്റമില്ല. അപ്പോൾ നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പാനൽ. എന്നിട്ട് ക്വിക്ക് പാനൽ ലേഔട്ട് എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷോ ബ്രൈറ്റ്നസ് ഓൺ ടോപ്പ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ തുറക്കുമ്പോൾ തന്നെ ബ്രൈറ്റ്നസ്സിൻ്റെ സിസ്റ്റം കാണുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ക്ലോക്ക് നമ്മുടെ ഫോൺ ലോക്കായി കിടക്കുമ്പോഴും ഒരു ക്ലോക്കിൻ്റെ ഒരു ഐക്കൺ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേയിൽ വരുത്താം എന്നുള്ളതാണ്. അതായത് ഓൾവേസ് എപ്പോഴും നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു ക്ലോക്കിൻ്റെ രൂപവും അതിൽ ഡേറ്റും തീയതിയും അതുപോലെ തന്നെ സമയവും അതുപോലെ തന്നെ പേഴ്സൻറ്റേജും എല്ലാം ബാറ്ററി പേഴ്സൻറ്റേജും എല്ലാം കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ളൊരു മോഡ് കാണാം, അത് ഓൺ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ
ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന മോഡ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടാബ് ഷോ ആൾവേസ് 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഷോ ആൾവേസ് ക്ലിക്ക് ചെയ്താൽ എപ്പോഴും നമ്മൾ സ്ക്രീനിൽ വന്ന് നിൽക്കും. അതുപോലെ തന്നെ ടാബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഒരു ടാബ് ചെയ്താൽ നമുക്ക് അത് വന്ന് നിൽക്കും. അതുപോലെ തന്നെ ക്ലോക്കുകൾ പല മോഡുണ്ട്. അതിന് ക്ലോക്ക് ടൈപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ക്ലോക്കിൻ്റെ മോഡുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മോഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചറാണത്. അത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത ഫ്യൂച്ചർ നമുക്ക് നമ്മുടെ ആപ്സുകളൊക്കെ എങ്ങനെ ഒരു പോപ്പപ്പ് വ്യൂവിൽ കാണാമെന്നത്. അതായത് നമുക്കൊരു വലിയ സ്ക്രീൻ, ഒരു ചെറിയ സ്ക്രീനായിട്ട് മാത്രം ആപ്പുകളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റീസെൻറ്റ് ആപ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മേലെ ഭാഗത്തുള്ള ആപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സെറ്റ് പോപ്പപ്പ് വ്യൂ എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ വാട്സപ്പും എല്ലാ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ, അതായത് എത്രയും ആപ്ലിക്കേഷനുകൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ഐക്കണുമായി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് പോപ്പപ്പ് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് കോളും മെസ്സേജും ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഫ്ലാഷ് ഓൺ ആകുന്ന ആ സിസ്റ്റം നമുക്ക് ഇതിൽ എനേബിൾ ചെയ്യാമെന്നുള്ളത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആക്സസിബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആക്സസിബിലിറ്റി പോയിട്ട് നമ്മൾ അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗമാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലാഷ് ഇതിൽ ഓൺ ചെയ്യുന്നതാണ്. അതായത് ക്യാമറ ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ഫ്ലാഷും ഉണ്ട്. ഈ 2 ഫ്ലാഷും നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ക്യാമറ ഞാനൊരു പ്രിവ്യൂ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഫീച്ചർ നമുക്ക് എങ്ങനെ ഇതിൽ 2 ഡുവൽ മെസ്സഞ്ചർ, അതായത് 2 വാട്സപ്പ്, 2 ഫേസ്ബുക്ക് അങ്ങനെയുള്ള മെസ്സഞ്ചർ ആപ്ലിക്കേഷനൊക്കെ 2 യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനുവേണ്ടി സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് ഫീച്ചറിൽ പോയിട്ട് ഡുവൽ മെസ്സഞ്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് ഓണാക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് ജസ്റ്റ് ഓണാക്കുകയാണ്. അത് ഓണാക്കിയിട്ട് ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പോയി നോക്കാം അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നത്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഫിംഗർ സെൻസർ ജസ്റ്റേഴ്സ് എന്നുള്ളൊരു ഫീച്ചറാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫിംഗർ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആക്കാം. അതുപോലെ തന്നെ അത് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ ഓപ്പൺ ആവുകയും മേലേക്ക് സ്വൈപ്പ് ചെയ്താൽ അത് മേലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ആവുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ അഡ്വാൻസ് ഫ്യൂച്ചർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മോഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം ഫിംഗർ സെൻസർ ജസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഓണാക്കിയാൽ നമുക്ക് ഇതുപോലെ തന്നെ ഫിംഗർ സെൻസർ ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ പാനൽ ഓൺ ആവുകയും അതുപോലെ തന്നെ മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ അത് മേലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ല ഫ്യൂച്ചർ തന്നെയാണ്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മൾ വല്ല ആപ്പും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൾ വരുന്ന രീതി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് മേലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കോൾ ഡിസ്പ്ലേ വൈൽ യൂസിങ് ആപ്സ് എന്നുള്ളൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് രീതിയിലാണോ ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോപ്പപ്പ് വ്യൂവിലാണോ അതോ ഫുൾ സ്ക്രീനിലാണോ ഏത് രീതിയിലാണോ കോൾ വരേണ്ടത് ആ രീതി നമുക്കതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അടുത്ത ഫീച്ചർ നമുക്കിതിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആക്കി നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു മോഡ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് ഓണാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനുകളൊക്കെ നമുക്കവിടെ കാണാനും കഴിയും. നമുക്ക് ഏത് കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അതൊക്കെ അതിലുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് ഇതൊരു സാംസങ് M21 ഒരു 16 ഫ്യൂച്ചറുകളാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഫ്യൂച്ചറുകൾ ഇതിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ അതിനുവേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് കുറച്ചും കൂടി ഫീച്ചറുകളൊക്കെ നമുക്ക് ഇനിയും പരിചയപ്പെടുത്താനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഇനിയും ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾക്കൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കതൊരു മെസ്സേജായിട്ട് നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും